ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹം നിറഞ്ഞ അച്ഛൻ, ശേഷം കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ജനങ്ങൾ, ഇന്നേ ദിവസം സന്ധ്യാസമയത്ത് നമുക്കെല്ലാവർക്കും ഈ ദേവാലയത്തിലായിരിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ പ്രിയരെ, വലിയ നോമ്പിൻ്റെയും നാളുകളിലൂടെ നാം കടന്നു പോകുന്നു. നോമ്പിൻ്റെ പാതിഘട്ടം കഴിഞ്ഞു. പ്രാർത്ഥനയാലും ഉപവാസത്താലും നോമ്പാലും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് കരസ്ഥമാക്കുവാനായിട്ട് ദിനപ്രതിയായിട്ട് നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപ്രതി ദേവാലയത്തിന്റെ കീഴില് ശനിയാഴ്ച ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം പ്രഘോഷിക്കപ്പെടുവാനായിട്ട് അവസരമൊരുക്കുമ്പോൾ നിങ്ങളാലാവുന്നവർ നിങ്ങളുടെ സമയം കണ്ടെത്തി വചനം കേൾക്കുവാനായിട്ട് ഈ ദിവസം ദേവാലയത്തിൽ എത്തിച്ചിരിക്കും. ഇപ്പോൾ സമ്മറൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള കാലഘട്ടം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ പലരും പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടാവും. അതിൻ്റെ കായും ഫലങ്ങൾ നിങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും. അതിനുശേഷം അത് ലേലം വിളിച്ച് അതിൻ്റെ പണം പള്ളിയിലേക്ക് ലഭിക്കുമ്പോൾ നട്ടവർക്ക്, അത് പറിച്ചവർക്ക്, അത് കൊണ്ടുവന്ന് തന്നവർക്ക്, അത് ലേലം വിളിച്ചവർക്കെല്ലാം വലിയ സന്തോഷം. കാരണം എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന ഒരു ദാനത്തിൽ നിന്ന്, എൻ്റെ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽ നിന്ന് എൻ്റെ ദേവാലയത്തിൽ കൊണ്ടുപോയി ഞാൻ കൊടുത്തു. അതിൽ നിന്നൊരു വീതം അല്ലെങ്കിൽ അതിനൊരു വില ലഭിച്ചു, അത് എൻ്റെ ദേവാലയത്തിൽ ലഭിച്ചു എന്ന സന്തോഷം. അത് നടുന്നതിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചപ്പോൾ നിങ്ങളെല്ലാവരും വെജ് ബോക്സ് അല്ലെങ്കിൽ ചെടിച്ചട്ടി നന്നായിട്ട് വളമിട്ട് കമ്പോസ്റ്റൊക്കെ ഇട്ട് ക്രമീകരിച്ചു. അതിനുശേഷം അത് നട്ടു, അത് പരിപാലിച്ചു, വെള്ളമൊഴിച്ചു. കർത്താവിൽ പ്രിയരെ, ഇതേ ദിവസം നാം എല്ലാവരും നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ വചനം വരുവാനായിട്ട് ഒരുക്കി വെക്കണം. ഇതേ ദിവസം വിതയ്ക്കപ്പെടുന്ന വചനം നമ്മുടെ ഉള്ളിൽ മുളയ്ക്കണം. അത് കേവലം ഒരു സമ്മർ കഴിയുമ്പോൾ നശിച്ചു പോകുവാനായിട്ടുള്ളതല്ല, കേവലം ഒരു നോയമ്പ് കഴിയുമ്പോൾ നശിച്ചു പോകുവാനായിട്ടുള്ളതല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ അത് നമ്മളിൽ വളർന്ന് മനോഹരമായിരിക്കുന്ന ഫലങ്ങൾ അതിൽ നിന്ന് ലഭിച്ചത് കർത്താവിന് ദാനമായിട്ട് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കർത്താവിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുവാനായിട്ട് ഇതേകാലം ശ്രദ്ധിച്ചു കൊള്ളണം. കർത്താവിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുവാനായിട്ട് പ്രത്യേകം നാം ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം ഞാനും നിങ്ങളുമാകുന്ന ഓരോരുത്തരും ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നവർ. ഇത് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു, എവിടെയൊക്കെ പോയി. ജോലി സ്ഥലത്ത് ഒരു പക്ഷേ നാം ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നമുക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഇന്ന് ദേവാലയത്തിലേക്ക് ഇറങ്ങുമ്പോൾ പോലും ഒരുപക്ഷെ നമ്മൾ ചെറിയ വഴക്കുകളും കലഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും പോന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സ്വഭാവം, അവരുടെ കുറുമ്പുകളൊക്കെ നമ്മൾ ഒരുപാട് ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും എല്ലാം ഒരുപാട് ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ബിസി ആയിട്ടിരിക്കുമ്പോൾ, ഒരുപാട് ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വചനം വിതയ്ക്കപ്പെടുമ്പോൾ അത് മുളയ്ക്കുകയില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതിനെ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അച്ഛനെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി വചനം കേൾക്കുവാനായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും വചനം കേൾക്കുവാനായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുവാനായിട്ടുള്ള ഒരു ഒരുക്കത്തിന്റെ ക്രമീകരണത്തിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. കർത്താവിനെ ഈ വചനം ഒന്നുകൂടി ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ
ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. കർത്താവിൽ പ്രിയരെ, ഇതേവരെയും വചനങ്ങൾ വിതയ്ക്കപ്പെട്ടിട്ട് മുളച്ചിട്ടില്ലാത്ത ഹൃദയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമാണ് ഇത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാനത് നൽകാമെന്ന്. കർത്താവിൽ വസിക്കുന്നവരുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനമുള്ളിൽ വസിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം എപ്പോഴും ഒരുക്കപ്പെട്ടതായിട്ട് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും നാം ചോദിക്കുന്നത് ലഭിക്കുന്നില്ല എന്നൊരു പരിഭവം പോലും ഉണ്ടാവുകയില്ല. അവിടെ ഒരു മാറ്റമുണ്ടാകും. മാറ്റമുണ്ടാകുന്നത് ചോദ്യത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നാം സമ്പത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയില്ല, മറ്റൊരുവന്റെ നാശത്തിന് വേണ്ടിയിട്ട് ചോദിക്കുകയില്ല, സുഖഭോഗ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ചോദിക്കുകയില്ല. അവിടെ എപ്പോഴും കർത്താവ് വസിക്കുന്നവനായി ദൈവഹിതത്തിന് വേണ്ടിയിട്ട് മാത്രമേ നാം ചോദിക്കുകയുള്ളൂ. അതെല്ലാം അച്ചിട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ പ്രിയരെ, ഇന്നേ ദിവസം വചനം ശ്രമിക്കുവാനായിട്ട് നാം ഓരോരുത്തരും തയ്യാറാകുമ്പോഴും കർത്താവിൻ്റെ വചനം ശ്രമിക്കുവാനായിട്ട് എന്നെ ഒരുക്കണമേ എന്ന് നമുക്കൊന്ന് ധ്യാനിച്ച് തുടങ്ങാം. എല്ലാവർക്കും കണ്ണുകളെ അടച്ചുകൊണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സന്ധ്യാസമയത്ത് നിന്റെ ആലയത്തിൽ ഞങ്ങളായിരിക്കുക. ഇന്ന് ഞങ്ങൾ കടന്നു പോയിരിക്കുന്ന വഴികൾ, അല്ലെങ്കിൽ ഈ നൊയമ്പിൻ്റെ ഓരോ ദിവസങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോയപ്പോൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളൊന്ന് ചിന്തിക്കുക. നല്ലൊരു വിളഭൂമിയാകുവാനായിട്ട്, എൻ്റെ കർത്താവിനൊത്തവണ്ണം ജീവിക്കുവാനായിട്ട് എനിക്ക് ദൈവതയും സാധിച്ചു. നമ്മിൻ്റെ പ്രാർത്ഥനകളെല്ലാം ഞാൻ ചൊല്ലിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതെല്ലാം പലപ്പോഴും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകളോട് ഞാൻ പറഞ്ഞു, ഞാൻ വലിയ നോമ്പിലൂടെ കടന്നു പോകുന്നവളാണെന്നൊക്കെ. ആത്മാർത്ഥമായിട്ട് എനിക്ക് എത്രമാത്രം നോമ്പിനോട്, കർത്താവിനോട് ഏറ്റവും വലിപ്പത്തിൽ അടുക്കുവാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ എൻ്റെ വാക്കുകളെല്ലാം കേവലം എന്നിലെ ഒരു അലങ്കാരം മാത്രമല്ലായിരുന്നു. ഇന്നേ ദിവസം വചനം ശ്രമിക്കുവാനായിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. ഇതിനെവരെയും കഴിഞ്ഞു പോയിരിക്കുന്ന ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോകട്ടെ. ഇന്ന് ഈ നിമിഷം മുതലാണ് എൻ്റെ ജീവിതത്തിലേക്ക് വചനം ഇറങ്ങി വരേണ്ടത്. കർത്താവേ, നല്ല ഒരുക്കപ്പെട്ട മനസ്സുകളോടുകൂടി കർത്താവിൻ്റെ വചനം ശ്രമിക്കുവാനായിട്ട് എന്നെ ഒരുക്കണമേ. ഇന്നേ ദിവസം വചനത്തിലൂടെ കേൾക്കുന്നത് എൻ്റെ കർത്താവ് എന്നോട് പറയുന്നതായിരിക്കണമേ. പ്രത്യേകാല വിരഹീനനായിരിക്കുന്ന എന്നെ നിങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വചനത്തിലൂടെ ഇറങ്ങി വരട്ടെ. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊളോസ്യസിന് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം പ്രകാരം പറയുകയാണ്: പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. ഇന്നേ ദിവസം ഒരല്പനേരം ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടിയിട്ട് സ്തുതികളും അവൻ തന്നിരിക്കുന്ന നന്മകൾക്ക് സ്തോത്രങ്ങളും പറയുവാനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. അപ്രകാരം അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തോ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ളതോ
കർത്താവിനെ മാത്രം ഞാൻ കണ്ടുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഇവിടം വരെയും നടത്തിയിരിക്കുന്ന അവന് സ്തുതികളും സ്തോത്രങ്ങളും ഞാൻ അർപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസത്താൽ എൻ്റെ കർത്താവുമായിട്ട് മാത്രമുള്ള ബന്ധത്താൽ എന്നേ ദിവസം വചനം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ തിരുവചനങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തട്ടിലേക്ക് ഇറങ്ങി വേജ് പിടിച്ച് തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ നന്മയാൽ സ്നേഹത്താൽ കർത്താവിൻ്റെ കൃപയാൽ ജീവിക്കുവാനായിട്ട് എൻ്റെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുവാനായിട്ട് എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് അനേകം മക്കളും കർത്താവിലേക്ക് അടുപ്പിക്കപ്പെടുവാനായിട്ട് മുഖാന്തരമായി തീരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം പ്രകാരം പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിക്ഷനാണെന്ന്, എൻ്റെ കർത്താവിൻ്റെ ശിക്ഷനായിരിക്കുവാനായിട്ട് കേവലം ദേവാലയത്തിൽ വന്നുകൊണ്ട് മടങ്ങിപ്പോകുവാനല്ല, മറിച്ച് എൻ്റെ കർത്താവിൻ്റെ ശിക്ഷനായി ഈ ജീവിതത്തിൻ്റെ ഓരോ പടികളിലും എൻ്റെ ഓരോ പ്രവർത്തന മേഖലകളിലും കർത്താവിനെ വസിക്കുന്നവളായിട്ട് ആയിത്തീരുവാനായിട്ട് എന്നെ കൃപയോടെ അനുഗ്രഹിക്കണമേ കർത്താവേ. എന്നെ കൃപയോടെ യോഗ്യനും യോഗ്യതയുള്ളവളുമാക്കി തീർക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തേനുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. കർത്താവേ, നിന്റെ ആത്മാവ് എന്നിലേക്ക് ഇറങ്ങി വരട്ടെ. ഇനി ദിവസം എൻ്റെ നേത്രങ്ങളെ, എൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നീ ബലപ്പെടുത്തി കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയിട്ട് ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരുക്ക ധ്യാനത്തിൻ്റെ സമയത്ത് കർത്താവെ, ഇന്നേ ദിവസം നൽകുന്ന സന്ദേശം ഒരു വലിയ അനുഗ്രഹമായി തീർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിന്നെ ഞങ്ങൾ സ്വതന്ത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും ചേർന്ന് ഹൃദയത്തിൽ നിന്ന് കർത്താവിന് സ്തുതി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും തലകളെ ഉയർത്താം. കർത്താവിനെ ഇന്ന് നമുക്കൊരു ചെറിയ ചിന്തയിലൂടെ, നിങ്ങൾ ഒരിക്കലും മറന്നു പോകാത്ത ഒരു ചിന്തയിലൂടെ നമുക്ക് കടന്നു പോകാം. നിങ്ങൾക്ക് പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടോ? ബട്ടർഫ്ലൈ പൂമ്പാറ്റനെ കണ്ടിട്ടില്ലേ? മനോഹരമാണല്ലോ പൂമ്പാറ്റ, അല്ലേ? വലിയ തിരക്കിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രായത്തിലൊന്നുമല്ല, ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുൻപിലൊക്കെ ഇരിക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് ഈ നല്ല വെയിലുള്ള സമയത്തൊക്കെ ആയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്തായിരിക്കും പൂമ്പാറ്റ ഇങ്ങനെ പറന്നു വരും. എന്നിട്ട് ഇപ്പോൾ അവൾ ആദ്യമൊന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല, പൂവിലെങ്ങനെ പതുക്കെ വന്നിരിക്കും. എന്നിട്ട് അതിൻ്റെ മനോഹരമായിരിക്കുന്ന ചിറകുകൾ ഇങ്ങനെ പതുക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തേൻ കുടിക്കുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ പെട്ടെന്നൊന്നല്ല, പതുക്കെ
പതുക്കെ മൂവ് ചെയ്തുമ്പോൾ നമ്മളൊക്കെ ആ ചിറകിലേക്ക് നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ അകത്ത് ആർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? കർത്താവിൻ്റെ ആർട്ട് അല്ലേ? മനോഹരമായിട്ട് അതിൻ്റെ അകത്ത് റൗണ്ട് ഉണ്ടാകും, അതിൻ്റെ ഉള്ളിലൊരു ചുമല കളർ ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കളർ ഉണ്ടാകും, അതിനൊരു ബോർഡർ വെച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ അതിന് കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ടാകും അല്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. അതെ, മനോഹരമായിരിക്കുന്ന ആ ചിത്രശലഭം അതിന് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്കിതേ ദിവസം ആ വചന ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാം. ഈ ചിത്രശലഭം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പലർക്കും സ്കൂളിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ അറിവുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അറിവുണ്ടാകും അല്ലേ? അതിനൊരു പ്രോസസ്സുണ്ട്. അതിന് പറയുന്ന പേര് മെറ്റാമോർഫോസിസ് എന്നാണ് അല്ലേ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടിയിട്ട് അച്ഛനത് കേട്ടിട്ട് പറ്റിയില്ല. പക്ഷേ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ മനസ്സിൽ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു ചിത്രശലഭം അല്ലേ? അതിനെക്കുറിച്ച് ഇന്നിവിടെ പറയണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഇരുന്നിട്ട് ഇതൊക്കെ നോക്കി, ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ പ്രൊനൗൺസിയേഷനൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെയല്ല പറയേണ്ടത്, അതിലിങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് അതാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ കൈ ഉയർത്തി അത് പറയണം കേട്ടോ. മനോഹരമായിരിക്കുന്ന ഒരു ചിത്രശലഭം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഇന്നേ ദിവസം പഠിക്കാനായിട്ട് പോകുക. ആ ചിത്രശലഭത്തിന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് പോവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അച്ഛൻ ആദ്യം പറഞ്ഞു എപ്പോഴും കർത്താവിന് നമ്മൾ സ്തോത്രം പറയണമെന്ന്. എന്തുകൊണ്ടത് പറഞ്ഞത്? നമ്മൾ ആദ്യം ഒരു ധ്യാനത്തിന്റെ സമയത്ത് പറഞ്ഞു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊളോസ്യസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം പ്രകാരം പറയുന്നുണ്ട്, പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. എന്തുകൊണ്ടാ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ ദിവസം വചനം നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആരുടെയും സമയം വേസ്റ്റ് ആകാനായിട്ട് പാടില്ല. ഇതേ ദിവസം നിങ്ങളുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പടി കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ മനോഹരമായിരിക്കുന്ന ഒരു ചിന്ത കർത്താവ് എൻ്റെ മനസ്സിൽ തന്നു. എൻ്റെ കർത്താവ് ഒരു വചനത്തിന്റെ വിത്തിന്റെ ഹൃദയത്തിൽ വിതച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഭവനത്തിലേക്കും തുടർന്നുള്ള ജീവിതത്തിലും അത് പരിപാലിച്ചു കൊള്ളും. അതിന്റെ ഫലങ്ങൾ എൻ്റെ കർത്താവിന് സമൃദ്ധമായ വഴിപാടുകളായി ഞാൻ സമർപ്പിക്കുമെന്ന് പറയുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മനോഹരമായിരിക്കുന്ന ഒരു പൂമ്പാറ്റയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. 4 സ്റ്റേജിലൂടെയാണ് ഒരു പൂമ്പാറ്റ ഉണ്ടാകുന്നത്. ആദ്യം അത് എങ്ങനെയായിരിക്കും? ആദ്യം അതൊരു കുഞ്ഞ് മുട്ടയായിരിക്കും, ഒരു കുഞ്ഞു മുട്ട. അതിൻ്റെ അമ്മ പൂമ്പാറ്റ ഏതെങ്കിലും ഒരു ഇലയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു കുഞ്ഞിക്ക് ഒരു കുഞ്ഞ് മുട്ടയാണ്. അത് ചിത്രശലഭങ്ങൾ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി അതിനെ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. നമ്മളും ഒരു കുഞ്ഞ് എഗ്ഗായിരുന്നു, ഒരു കുഞ്ഞു മുട്ട. നമ്മൾ ഓരോരുത്തരും ഒരു കുഞ്ഞു മുട്ടയായിരുന്നു. ചിത്രശലഭങ്ങൾ എത്ര മുട്ടയിട്ടുണ്ടെന്നറിയുമോ? അതിൻ്റെ അകത്ത് നിസ്സാരമായിട്ടുള്ള ചില മുട്ടകൾ മാത്രമേ ചിത്രശലഭങ്ങളാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കർത്താവിന്റെ പ്രിയരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു മുട്ടയായിരുന്നു നാം. ആ ഉദരത്തിൽ നിക്ഷേപിക്കപ്പെട്ടപ്പോൾ നമ്മളിത് പൂർണ്ണ വളർച്ചയിലെത്തുമെന്ന് ആർക്കും യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. ഇന്ന് ഞാനും നിങ്ങളുമാകുന്ന ഓരോരുത്തരും ഈ ഭൗതിക ശരീരം പ്രാപിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. അവിടെ ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു. നമ്മളുടെയൊക്കെ അപ്പന്റെയും അമ്മയുടെയും ഉള്ളിലൊതിച്ച ഒരു പ്രതീക്ഷയായിരുന്നു
ഞാനും നിങ്ങളുമാകുന്ന ആ കുഞ്ഞ് മുട്ട, അതിൻ്റെ ഓരോ വളർച്ചകളും കർത്താവിൻ പ്രിയരെ, ഇലയില് ആ മുട്ട എന്നതുപോലെ, ചിത്രശലഭത്തിന്റെ മുട്ട എന്നതുപോലെ നമ്മുടെയൊക്കെ അമ്മമാരുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു മുട്ടയായി നാം എത്ര കാലം ജീവിച്ചു. 9 മാസത്തോളം നമ്മുടെ അമ്മ നമ്മെ ചുമന്നു. കർത്താവിൻ പ്രിയരെ, കർത്താവ് ഒരു മാലാഖയെ വിട്ടെന്നതുപോലെ നമ്മളെ സംരക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മനോഹരമായിരിക്കുന്ന ചിത്രശലഭം രൂപാന്തരപ്പെടുവാനായിട്ട് അതിന്റെ അമ്മ ചിത്രശലഭം ഒരു മുട്ടയിട്ട് സംരക്ഷിച്ചതുപോലെ ഞാനും നിങ്ങളുമാകുന്ന സമൂഹത്തെ ഓരോരുത്തരെയായി കർത്താവ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വസിപ്പിച്ചു. എത്ര മനോഹരമായിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് നമ്മളുടേതും ചിത്രശലഭത്തിൻ്റെതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ പ്രിയരെ, എത്ര മനോഹരമായിട്ട് നാം ആ അമ്മയുടെ വയറ്റിൽ വളർന്നു. അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് പരിഭവപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ആരുമില്ലല്ലോ. അവിടെ നമ്മൾ സംതൃപ്തരായിരുന്നു. എല്ലാം നമുക്ക് ലഭിച്ചിരുന്നു. ഒന്നും അറിയണ്ടായിരുന്നു. 8 മാസം അല്ലെങ്കിൽ 7 മാസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് കയ്യോ കാലോ കേട്ട് അനക്കിയിട്ട് നമ്മുടെ അമ്മേനെ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തും. അമ്മേ, ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഓർമ്മപ്പെടുത്തിയില്ലെങ്കിലോ? പണ്ടൊക്കെയുള്ള അമ്മമാര് കുറച്ചുകൂടെ കാത്തിരിക്കും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തേക്ക് വിളിക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ പരക്കം പാഞ്ഞ് നടക്കാണ്. എന്താ അനക്കക്കുറവ് അല്ലേ? അനക്കക്കുറവാണ്. നമ്മളത് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടോ, ആളവിടെ ഉണ്ടോ, അപ്പോഴത്തേക്കും ഒന്ന് അനങ്ങോ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ തുടിപ്പുകളൊക്കെ നമ്മെ ഒന്ന് കേൾപ്പിച്ചു തരികയൊക്കെ ചെയ്യും. അപ്പൊ നമുക്കെല്ലാവർക്കും, അപ്പനും അമ്മയ്ക്കും ഗ്രാൻഡ് പേരൻസിനും അനിയനും ചേട്ടനും ചേട്ടത്തിക്കുമൊക്കെ സന്തോഷമാകും. മനോഹരമായിട്ട് ആ വയറിന്റെ ഉള്ളിൽ നാം ജീവിക്കുന്നത് പോലെ ചിത്രശലഭം ആ മുട്ട ഇലകളിൽ നിക്ഷേപിച്ച് അത് അവിടെ നിൽക്കുകയാണ് കുറച്ചു കാലം, പരിഭവങ്ങളൊന്നുമില്ലാതെ. അതിനുശേഷം അതിന് രണ്ടാമതൊരു സ്റ്റേജ് ഉണ്ട്. ഈ ആദ്യത്തെ സ്റ്റേജിൽ നമ്മെ മാലാഖമാര് സംരക്ഷിക്കുന്നത് പോലെ സകലത്തിനെയും ഉടയവനായിരിക്കുന്ന ദൈവം ആ ചിത്രശലഭത്തിന്റെ മുട്ടിനെയും സംരക്ഷിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ ഉദരത്തിൽ സംരക്ഷിച്ച ഒരു ദൈവമുണ്ട്. നിങ്ങൾ പലരും പരിഭവപ്പെടുന്നവരാണ്. എന്നെ കൊണ്ട് ഒന്നും ഇല്ല, എനിക്കൊരു പ്രയോജനമില്ലാത്തവരാണ്, അല്ലെങ്കിൽ എനിക്കൊരു വിലയില്ലാത്തവരാണ്. പല ആൾക്കാരുടെയൊക്കെ ഭവനത്തിൽ ഒരു മൈക്ക് വെച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ ആരുമില്ലാത്തപ്പോഴും അതിൽ പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം ഉന്നയിക്കപ്പെടുന്ന ഒരു പരിഭവമാണ്, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു വിലയുമില്ല, എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു വിലയുമില്ല. അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കൊരു വിലയില്ല, എനിക്കൊരു വിലയില്ല, എനിക്കെൻ്റെ വീട്ടിലൊരു വിലയില്ല, എൻ്റെ ഭർത്താവിന് മുമ്പിൽ വിലയില്ല, എൻ്റെ മക്കളുടെ മുമ്പിൽ ഒരു വിലയില്ല, ഞാനൊരു വിലയില്ലാത്തവനാണ്, വിലയില്ലാത്തവളാണ്. ഇത്രയധികം ഞാൻ ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, ഒരുപാട് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, ഇത്രമാത്രം സമ്പത്തുകൾ സമ്പാദിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും പറയുന്നതെല്ലാം കേട്ട് ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഇച്ചിരി നേരം TV കാണുമ്പോഴും അപ്പയ്ക്കും അമ്മയ്ക്കും പരിഭവമാണ്, എനിക്കൊരു വിലയുമില്ല ഈ വീട്ടില്. വിലയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഒരു കുഞ്ഞ് എക്കായിട്ട് അമ്മയുടെ ഉദരത്തിൽ നിയുദിച്ചപ്പോൾ തൊട്ട് വലിയ വില നൽകുന്നവരാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ്: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്നു.
ഞാൻ നിങ്ങളോട് പറയുന്നത്. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ ഉദ്ദേശിച്ച നാട് തൊട്ടൊരു മാലാഖ പിതാവാ ദൈവത്തിന്റെ അടുക്കല് നിങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വന്തമായിട്ടൊരു പേഴ്സണൽ അസിസ്റ്റന്റ് കർത്താവിന്റെ കൃപയാൽ എനിക്കും നിങ്ങൾക്കുമുണ്ട്. നമ്മളുടെ പിതാവാം ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മാലാഖ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. പിന്നെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിലയില്ലായ്മ. കർത്താവിൻ പ്രിയരെ, നമുക്ക് വലിയ വിലയുണ്ട്. ആ വിലയെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. കർത്താവിൻ പ്രിയരെ, തിരിച്ചറിയണം. മനോഹരമായിരിക്കുന്ന ഈ സൃഷ്ടി, ചിത്രശലഭം എന്നതുപോലെ മനോഹാരിതയുടെ ഒരു സൃഷ്ടി, കർത്താവിന്റെ മക്കളായി തീരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാകുന്ന സൃഷ്ടി, അത് നീയാണ്. അത് നീയാണ്. ഇനി ഒരിടത്തും ഞാൻ വിലയില്ലാത്തവളാണ് എന്ന് പറയരുത്. കർത്താവിന്റെ തിരുസന്നിധിയിൽ നിനക്ക് വിലയുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. പാട്ടുകാരൻ പ്രകാരം പാടുന്നുണ്ട്: എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. എന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. കർത്താവിൻ പ്രിയരെ, നിന്റെ മുഖം ഒന്ന് വാടിയാൽ ദൈവത്തിന്റെ മുഖമാണ്. എന്തുകൊണ്ടാണ്? കർത്താവിന് നീ വിലപ്പെട്ടവനാണ്. നിന്റെ ജോലി സ്ഥലത്ത് നീ വിലപ്പെട്ടവനല്ലെങ്കിൽ, നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ വിലപ്പെട്ടവനല്ലെങ്കിൽ, നിന്റെ ഭാര്യയുടെ മുമ്പിൽ നീ വിലപ്പെട്ടവനല്ലെങ്കിൽ, നിന്റെ സമൂഹത്തിൽ നീ തള്ളപ്പെട്ടവനാണെങ്കിൽ, നീ ഓർത്തുകൊള്ളുക, നിന്റെ കർത്താവിന്റെ മുമ്പിൽ നീ വിലപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചിത്രശലഭത്തിന്റെ ആദ്യത്തെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഒരു എക്കായിരിക്കുമ്പോൾ ഇന്നേ ദിവസം ആത്മീയതയാൽ നാം ധ്യാനിക്കേണ്ട വസ്തുത എന്നുള്ളത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒരു വായന തൊട്ട് എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ഞാൻ വിലപ്പെട്ടവനാണ് എന്ന സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നോമ്പിന്റെ വേളകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഞാൻ വിലയില്ലാത്തവനാണ്, ഞാൻ കുറവുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും നിന്ദിക്കപ്പെടുന്നവനാണ്, ഞാനൊരു ഭാരമാണ് എന്ന തോന്നലുണ്ടെങ്കിൽ അതിനെ ദിവസം മാറ്റിക്കളയുവാനായിട്ട് സാധിക്കണം. എനിക്ക് ജോലി ലഭിക്കുന്നില്ല എന്ന് പരിഭവപ്പെടുന്നവരുണ്ടെങ്കിൽ, എനിക്ക് കൃത്യമായി ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പരിഭവപ്പെടുന്നവരുണ്ടെങ്കിൽ, എൻ്റെ സ്വഭാവത്തെ ആരും ഇഷ്ടപ്പെടുന്നവരില്ല എന്ന് ഓർക്കുന്നവരുണ്ടെങ്കിൽ, ഞാനൊരു കലഹപ്രിയാണ്, കലഹക്കാരനാണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, ഇന്നേ ദിവസം നിങ്ങൾ ചിന്തിക്കണം, എന്തൊക്കെ വന്നാലും ഇപ്രകാരം ഒരു പോരായ്മ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നാലും, ആരൊക്കെ എന്നെ തള്ളിയാലും എൻ്റെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ വിലപ്പെട്ടവനാണ് എന്ന സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും അവൻ സ്നേഹിക്കുന്നു. എന്നെയും നിങ്ങളെയും അവൻ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്നുള്ളത് ചിത്രശലഭം ഒരു ലാർവയാകുകയാണ്. പുഴു അല്ലേ? നിങ്ങളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും ചിത്രശലഭം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാം, അല്ലേ? അതൊരു പുഴുവാകുകയാണ്. പിന്നീട് അതിൻ്റെ പണി എന്നുള്ളത് തീറ്റ, പിന്നെ തീറ്റ. പുഴുവാകുമ്പോൾ തൊട്ട് അത് തീറ്റയെന്ന് തുടങ്ങും. പുഴുവാകുമ്പോൾ തൊട്ട് അതിൻ്റെ മെയിൻ പരിപാടി തീറ്റ മാത്രമാണ്. ഇനിയിപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് ഓർക്കുമ്പോഴും അതിൻ്റെ ചിന്ത വീണ്ടും തീറ്റ, വിശ്രമമില്ലാത്ത തീറ്റ. ആ മുട്ട അതിൻ്റെ 100 മടങ്ങ് വലുതാവുകയാണ്. 100 മടങ്ങ്
വലുതാവുകയാണ്. അത് തിന്ന് 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 തിന്നുകൊണ്ടേയിരിക്കും. കർത്താവിൽ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ സൃഷ്ടിയാകുന്ന നാം അമ്മയുടെ ഉദരത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് വളർച്ചയ്ക്ക് എത്തി അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. എവിടെയാണ്? ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പിള്ളേര് കൃത്യസമയത്ത് പാലിട്ടില്ലെങ്കിൽ സയർമടിക്കും, അല്ലേ? കരയില്ലേ? ജനിച്ചു വീഴുന്ന കൊച്ചു, എൻ്റെ അപ്പ എൻ്റെ അമ്മ എനിക്കൊരു മൊബൈൽ ഫോണില്ലല്ലോ, എൻ്റെ അപ്പ TV ഒന്ന് വെച്ച് തന്നില്ലല്ലോ എന്നോർത്താണ് കരയണേ. അല്ല, അതിന് വിശക്കുമ്പോൾ അത് കരയും. കൃത്യസമയത്ത് 2 മണിക്കൂർ ഇടവിട്ട്, 4 മണിക്കൂർ ഇടവിട്ട്, അല്ലേ, 6 മണിക്കൂർ ഇടവിട്ട്. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഓരോ വളർച്ചയുടെ ചൂടുകളാണ്. കിടക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒക്കെ അതിന് ഭക്ഷണം കൊടുക്കണം, അല്ലേ? എൻ്റെ കൊച്ച് വിശക്കാൻ നേരത്ത് പറയണം മാം, ഇവിടെ പറയാവുള്ളൂ. ഇന്നവിടെ ഉച്ചയ്ക്ക് ഭയങ്കര അലമ്പായിരുന്നു. മാം ഏതാ ചേച്ചി പപ്പടം തിന്നുന്നതാണ്. അതിനാണ് 1.5 വയസ്സാവുന്നതേ ഉള്ളൂ. അവൾക്കത് വേണം. കൃത്യസമയത്ത് കിട്ടി കഴിഞ്ഞ സ്വസ്ഥതയാണ്. പിന്നെ പുള്ളിക്കാരി അവിടെ അടങ്ങി ഒതുങ്ങി പുള്ളിക്കാരൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടേ ഇരുന്നോളും. കർത്താവിൽ പ്രിയരെ, ഈ പുഴുവെന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീറ്റയുടെ കാലഘട്ടത്തിലേക്ക് പിന്നെ കിടക്കുക. ചെറുപ്രായത്തിൽ പാലാണെന്നുണ്ടെങ്കിൽ ഓരോ വളർച്ചയുടെ പടക്കുകളിലും പിന്നീട് TV ആയി, മൊബൈലായി, പിന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് പോലും നമുക്ക് വേണം 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 എന്ന ആഗ്രഹത്താൽ നാം ഈ സെക്കൻഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാവുക. ഈ പുഴുവിനെ പോലെ എപ്പോഴും തീറ്റ 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 എന്നുള്ളത് പോലെ ആഗ്രഹങ്ങളിൽ മുഴുകി നാം ജീവിക്കുകയാണ്. ആഗ്രഹങ്ങളിൽ മുഴുകി പലപ്പോഴും നാം ജീവിക്കുകയാണ്. 1 യോഹന്നാൻ 2:16 ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ, അത് വായിക്കാമോ? 1 യോഹന്നാൻ 2:16 അല്ല, മതി. കർത്താവിൽ പ്രിയരെ, മനുഷ്യരിൽ നിന്നാകുന്നതിന് വേണ്ടിയിട്ട് നാം മരിച്ച് ജീവിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നോണ്ടിരുന്നപ്പോൾ പറയാൻ സജ്ജനായിട്ട് നാട്ടിൽ വെച്ചിട്ട് പള്ളി കഴിഞ്ഞിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ വീട്ടിട്ട് പോകുമ്പോൾ നമ്മൾ വലിയ സന്തോഷത്തിലാണ്. നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നന്നായിട്ടൊന്നും ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും പകുതി ഭാഗം പുറത്താണെങ്കിലും വീട് വരെ എത്താനായിട്ട് ഓട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃപ്തരാണ്, അല്ലേ? അല്ലേ? എന്തിന്? നടന്നു പോകുമ്പോൾ കൂട്ടുകാരൻ സൈക്കിളുമായിട്ട് വന്നിട്ട് അതിന് പുറകിലും മുമ്പിലും ആളാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എങ്ങനെയെങ്കിലും നിന്ന് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സന്തോഷം. ജോലിക്ക് പോകുമ്പോൾ തിക്കി തിരക്കി ആ ബസ്സിന്റെ ഉള്ളിലൊന്ന് കാല് വെക്കാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയാണ്, അല്ലേ? പക്ഷെ ഇന്ന് വന്നു കഴിയുമ്പോൾ കാലിലൊന്നും അങ്ങനെ തൃപ്തിയാകുന്നില്ല. ഏത് അന്ന് ഓട്ടോറിക്ഷയിലും സൈക്കിളിലൊക്കെ തൃപ്തിയായിക്കൊണ്ടിരുന്ന നമുക്ക് ഇന്ന് ചെറിയ കാറുകൾ വോൾവോയൊക്കെ മാറ്റാറായില്ലേ? എങ്ങനെ? അല്ലേ? ഇന്ന് കാറിൽ ഒരു തൃപ്തി. ഡബിൾ ബെഡ്റൂമോ ഏത് നമുക്ക് തൃപ്തരല്ല. 4, 5, 6 അല്ലേ? വന്നപ്പോ ഒരു വീട് 2, 3, 4 തൃപ്തിയില്ല. വേണം, ഇനി വേണം. ഒന്നിലും തൃപ്തരല്ലാത്തവരായിട്ട് നാം മാറുക. ഈ പുഴുവിനെ പോലെ തീറ്റ തീറ്റ തീറ്റ, വേണം വേണം വേണം, എനിക്ക് മാത്രം വേണം, അല്ലേ? അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാം, ഇല്ലേ? അത് ആരുടെ ആഗ്രഹം? വചനം പറയുന്നത് അത് ജഡത്തിന്റെ ആഗ്രഹമാണ്, ഇല്ലേ? മോഹങ്ങളാല് ദാഹിച്ച് നാം ഓരോന്നിനെയും വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട്
സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എല്ലാം വേണം, എല്ലാം വേണം, എല്ലാം വേണം. പക്ഷേ വേണ്ടതിനെല്ലാം പലപ്പോഴും നമ്മൾ വിട്ടുകളഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്നേഹം വേണ്ട സമയത്ത് കൊടുക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോയിക്കൊണ്ടിരിക്കുക. ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്യുവാനായിട്ട് നാം മറന്നു പോയിക്കൊണ്ടിരിക്കുക. കുട്ടികൾക്ക് അടുത്തിരുന്ന് കൊണ്ട് പറഞ്ഞു കൊടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട സമയത്ത് നാം എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഓടി അലിഞ്ഞു തിരിഞ്ഞ് നടക്കും. അച്ഛൻ ജോലി ചെയ്യണം, ജോലി ചെയ്യണം, ജീവിക്കുവാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യണം. മറിച്ച് ജീവിതം കളഞ്ഞുകൊണ്ടായിരിക്കരുത് മക്കളെ. കർത്താവിൽ പ്രിയരെ, പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുവാനായിട്ട് നമ്മൾ സാധിക്കുന്നില്ല. പലപ്പോഴും പള്ളിയിൽ പോകുവാനായിട്ട് സമയം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പള്ളിയിലേക്ക് വരുമ്പോൾ ഞായറാഴ്ച ദിവസമാണ് 1.5 പേ 2 പേ അല്ലേ, ഇരട്ടി പേ ചിലപ്പോൾ കിട്ടും. ദുഃഖ വെള്ളിയാഴ്ച പ്രത്യേകമായി ഡ്യൂട്ടി ചോദിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡ്യൂട്ടിയും കൂടെ കിട്ടും, പിന്നെ 1.5 പേയും കിട്ടും അല്ലേ. പള്ളിയിൽ പോകുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, മക്കളോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് പലപ്പോഴും നമ്മൾ വർഷത്തിൽ ഒരു ഏതാനും ചില ദിവസങ്ങൾ മാത്രം മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ മക്കളോട് ഏറ്റവും ചേർത്ത് നിൽക്കുവാനായിട്ട് സമയം ആ 15 ദിവസമായിട്ട് ക്രമീകരിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മളുടെ മക്കളുടെ അടുത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാറിടത്തിൽ കിടന്നാൽ മാത്രം ഉറങ്ങുന്ന മക്കള് ഇന്ന് പലപ്പോഴും പല റൂമുകളിലേക്ക് മാറി കിടക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മളെ നോക്കിയിരുന്നു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി അവർ പഠിത്തം കഴിഞ്ഞ് അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി കിടന്നുറങ്ങുമ്പോൾ ഇവിടെ പോയി നമ്മളുടെ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം? കല്യാണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദമ്പതിമാർ ഒരുമിച്ച് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നുള്ള പരിഭവം പലരുടെയും ഇടയിലുണ്ട് അല്ലേ. എന്നാൽ ഇപ്പോൾ സംസാരിക്കുവാനായിട്ട് സമയം കിട്ടുന്നില്ല, തിരക്കുകളാണ്. അല്ലെങ്കിൽ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ദേവാലയത്തിൽ വന്ന് മുട്ടുമ്മയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇതേ ദിവസം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സമയം എനിക്കില്ല. യാമപ്രാർത്ഥനകളിൽ ഒരിക്കൽ പോലും മുഴക്കം വരുത്താതിരുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടി അതിന്റെ മുകളിൽ നിൽക്കുമ്പോഴും അച്ഛാ വയ്യ, പലപ്പോഴും ക്ഷീണമാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്തുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നാം സഞ്ചരിക്കുന്നത്? എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടുന്നതിന് വേണ്ടിയിട്ട്. ഈ പുഴു എന്നതുപോലെ തീറ്റ 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 നേടുവാനായിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ്. നേടുവാനായിട്ടുള്ള ഒരു പരക്കം പാച്ചില്. കർത്താവിൽ പ്രിയരെ, ഇനി ദിവസം ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവിക ആത്മാവാണ്. എൻ്റെ ചിന്തകൾ എൻ്റെ പിതാവിന് അനുസൃതമായിട്ടാണ്, മറിച്ച് ഈ ലോകത്തിന്റെ ആസക്തികളുടെ ഉള്ളിലൂടെയാണോ ഞാൻ കടന്നു പോകുന്നത് എന്ന്? ഈ ലോകത്തിന്റെ ആമോഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ കർത്താവ് പ്രിയരെ, എവിടെയെങ്കിലൊക്കെ വീണു പോകും. അതൊരു സത്യമാണ്. ഇതൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇത് മതിയാക്കാതെ ഇതൊക്കെ ഒരു പാഴ് സഞ്ചാരമായിരുന്നു എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കൽ കടന്നു വരും. അന്ന് നമുക്ക് നമ്മൾ കളഞ്ഞ ആ വിലയേറിയ സമയങ്ങളുണ്ടല്ലോ, ഒരിക്കലും തിരിച്ചു കിട്ടാത്തതായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇനിയുള്ള സ്റ്റേജ് മുതലാണ് ഈ ചിത്രശലഭം നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുന്നത്. ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഈ ചിത്രശലഭം നമുക്കൊരു മാതൃകയാകുന്നത്. മൂന്നാമതായിട്ട് ഈ ചിത്രശലഭം ഉള്ളിലേക്ക് മടങ്ങുന്ന ഒരു സ്ഥിതിയാണ് പ്യൂപ്പ അല്ലേ, എന്നല്ലേ പറഞ്ഞു. അത് ഒരു ട്രാൻസിഷൻ സ്റ്റേജിലേക്ക് കിടക്കുക. ആ ചിത്രശലഭം തീറ്റയ്ക്ക് കഴിഞ്ഞ് ഏതോ ഒരു സമയമാകുമ്പോഴേക്കും അത് മടുത്ത് കാണുവാൻ എനിക്കറിയില്ല. തിന്ന് 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 അവനൊരു ഇലയുടെ ഉള്ളിലേക്ക് ഒതുങ്ങി അവൻ ചുറ്റിനുമുള്ളതിനെ എല്ലാം മറച്ച് അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ചില ദ്രവ്യങ്ങളെല്ലാം വെച്ച് ഒരു പശ പോലെയുള്ള, ഒരു പട്ടുനീര് പോലെയുള്ള ഒരു കവചം തീർക്കുക. പിന്നീട് അവനവൻ്റെ ഒരു അജ്ഞാതവാസം
പുറവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർത്താവിൽ പ്രിയതേ, ഈ നോമ്പിന്റെ കാലഘട്ടം എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാര് ഈ നോയമ്പോട് ക്രമീകരിച്ച് കഴിയുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. ഈ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഈ 50 അല്ലെങ്കിൽ 25 3 ദിവസം ഉള്ളിലേക്ക് ഒന്ന് ഒതുങ്ങണം. ഹല്ലേലൂയ. എന്നിട്ട് സ്വയമേ ഒന്ന് പരിശോധിക്കണം. എത്ര തിന്മകളിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഒന്ന് ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നാം സന്നദ്ധരാകണം. ഈ ലോകത്തിന്റെ ബന്ധങ്ങളിൽ നിന്നെല്ലാം നാം ഒന്ന് മാറണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏറ്റവും കൂടുതൽ നീ ആഗ്രഹിക്കുന്നതിനെയും മാറ്റിവെക്കുവാനായിട്ട് ഈ നോമ്പിന്റെ സാഹചര്യത്തിൽ നിനക്ക് സാധിക്കണം. ദേഷ്യമാണ് നിന്നെ അലട്ടുന്നത് എന്നിരുന്നാല് കയ്യിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കണം. നീ കാണുന്നിടത്തെല്ലാം ഒട്ടിച്ചു വെക്കണം. അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിന്തിക്കണം, ദേഷ്യം നോയമ്പ് വേണ്ട. സാധിക്കും. ഭക്ഷണമാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന കർത്താവിന് തലകറങ്ങി വീഴും. എവിടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ തലകറങ്ങി. വലിയ ആൾക്കാരോ അല്ലെങ്കിൽ ഷുഗറുള്ളവരോ നല്ല ടച്ച് പറഞ്ഞു. ചില കൊച്ചു പിള്ളേരൊക്കെ അല്ലെങ്കിൽ യുവാക്കളൊക്കെയാണ് അല്ലേ, ചിക്കനില്ലാതെ ചോറ് കഴിക്കാനായിട്ട് പറ്റില്ല. ചിക്കനില്ലാതെ ചിക്കനില്ലാതെ പറ്റില്ല. ഇച്ചിരി ഇറച്ചി എന്തെങ്കിലുമൊക്കെ കടിച്ചു വയ്ക്കാതെ എങ്ങനെ ചോറ് അല്ലേ, എന്തെങ്കിലുമൊക്കെ കടിച്ചു വയ്ക്കാതെ എങ്ങനെയാണ് ചോറുന്നത്? ഇറച്ചി കിട്ടും, ഇറച്ചി തോന്നുമ്പോ മീൻ നോക്കില്ലല്ലോ അല്ലേ. അച്ഛൻ ഭക്ഷണത്തിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. ഭക്ഷണം ഒരു കേവല ഉദാഹരണം. ഭക്ഷണത്തെ മാത്രം ഒഴിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാണ് എന്നാ പ്രാർത്ഥനയിൽ പറയുന്നത്. ഈ ഭക്ഷണം കഴിച്ചാലും ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് ഈ നോമ്പിനെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവിൻ പ്രിയരെ, ആഗ്രഹിക്കുന്നതിനെ മോഹിക്കുന്നതിനെ തിന്മയുടെ സ്വാധീനങ്ങളാണ് എന്നിരുന്നാൽ അഹങ്കാരമുണ്ടെങ്കിൽ, കർത്താവിൻ പ്രിയരെ, നോമ്പിന്റെ കാലയളവില് ഞാൻ അഹന്തയുള്ളവനാണോ എന്ന് സ്വയമേ പരിശോധിച്ചുകൊണ്ട് തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്റെ കർത്താവിൻ പ്രിയരെ, നമ്മളെ എന്തൊക്കെ ആരൊക്കെ എവിടെയൊക്കെ എവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിന്റെ ഉള്ളിലെ കുറവ് നിനക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഇന്ന് അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അച്ഛന്റെ കുറവില്ല ഇതാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്ന് പറ്റും. എന്റെ കുറവ് എനിക്കേ അറിയാവുള്ളൂ. അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും കുറവുകൾ നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. മുഖം മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഉള്ളിലെ മുഖവും ചിന്തകളും ഒന്നും ആർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് തിരുത്തണമെന്നിരുന്നാൽ നാം തന്നെ തിരുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളിലേക്ക് ഒതുങ്ങി എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട്, ഈ തിന്മയുടെ ഈ ജഡീക മോഹങ്ങളെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഇപ്പ എന്നതുപോലെ ആ ഒരു കുഞ്ഞ് സ്ഥലത്തേക്ക് നമ്മുടെ ചിന്താഗതികളെ മാറ്റി ഞാനും കർത്താവും മാത്രം മതി എന്ന ചിന്തയിലേക്ക്, ഇനി ഞാൻ തിന്മയുടെ സ്വാധീനത്തിന് വഴങ്ങുകയില്ല. എൻ്റെ ഉള്ളിലെ തിന്മ ഇതാണ്. എൻ്റെ ദേഷ്യത്തെ ഞാൻ മാറ്റുകയാണ്, എൻ്റെ ഭക്ഷണമോഹത്തെ ഞാൻ മാറ്റുകയാണ്, എൻ്റെ ആസക്തികളെ ഞാൻ മാറ്റുകയാണ്. ഈ നോമ്പിന് ഇനിയുള്ള ദിവസത്തിന് എനിക്ക് തീർച്ചയായും സത്യമായി നോയമ്പെടുക്കണമെന്ന ആ ഒരു ആഗ്രഹത്താല് നോയമ്പിന്റെ ഉള്ളിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഭക്ഷണം എന്നുള്ളതൊരു മാറ്റമല്ല, മറിച്ച് എൻ്റെ ജീവിത വിശുദ്ധിയിലേക്ക് എന്നെ കൊണ്ടുപോകണമേ കർത്താവേ. എൻ്റെ അശുദ്ധതകൾ ഇതാണല്ലോ കർത്താവേ. ഇനി ദിവസം ഈ ദേവാലയത്തിൽ വെച്ച് ഞാനൊരു തീരുമാനമെടുക്കുക. എൻ്റെ ഈ അശുദ്ധതകളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാനൊരു നോമ്പെടുക്കുകയാണ്. പലപ്പോഴും എന്നെ പ്രതി എൻ്റെ ഭവനത്തിൽ ഒരുപാട് കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ കർത്താവെ. ഒരുപാട് ആളുകളെ കുറിച്ച് ഞാൻ ഒരുപാട് പുരണകൾ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. അഹങ്കാരത്താണ് ഞാൻ ജീവിച്ചിട്ടുണ്ടല്ലോ കർത്താവെ. ഒരുപാട് മോഹത്താല് വെട്ടിപ്പിടിക്കുവാനായിട്ട്, എന്തൊക്കെയോ നേടുവാനായിട്ട്, സമ്പത്തിന് വേണ്ടിയിട്ടെല്ലാം ഞാൻ ഒരുപാട്
പാഞ്ഞു നടന്നിട്ടുണ്ടല്ലോ കർത്താവെ. കർത്താവിന് പ്രിയരെ വളരെയധികം വിഷമകരമായിട്ടുള്ള ഘട്ടമെന്നുള്ളത് 15,000 രൂപ നമുക്ക് നാട്ടില് സാലറി കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളെല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. ഇത് 3-4 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ 5-6 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുമ്പോൾ, ഒരു 10,000 രൂപ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുവാനായിട്ട്, അപ്പനും അമ്മയ്ക്കും അയച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ കഷ്ടപ്പാടുണ്ട് എന്ന് പറയുന്നവരൊക്കെ ആയിട്ട് നമ്മൾ പലരുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിന് പ്രിയരെ, എവിടെയാണ് സ്നേഹം? എന്തൊക്കെയോ മാഞ്ഞു പോയിട്ടുണ്ട് കർത്താവ്. എവിടെയൊക്കെയോ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രിയമായിരിക്കുന്ന മക്കളെ, നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്. പണ്ട് 15,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളൊക്കെ വളരെയധികം ഹാപ്പി ആയിരുന്നു. അതിൽ നിന്ന് 4,000, 5,000, 6,000 രൂപ നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇന്നുള്ള അത്ര കുറവെന്ന് ഇല്ലായിരുന്നു. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ തകർച്ചകളോ മാറ്റങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ജനീകമായിട്ട് നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ അഹന്തയൊക്കെ വർദ്ധിച്ചിട്ടുണ്ടാകാം. അപ്രകാരമായിരുന്നാല് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം പ്യൂപ്പ എന്നതുപോലെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൊണ്ട് സ്വയമേ ഒന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ തെറ്റുകൾ ഇതാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളിലേക്ക് ഒന്ന് ഒതുങ്ങി അതിനെയൊക്കെ ഒന്ന് ക്രമീകരിക്കുവാനായിട്ടുള്ള സമയമായിട്ട് ഈ നോമ്പിനെ നമ്മൾ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മാറ്റിമറിച്ചൊരു വ്യക്തിയുണ്ട്, സക്കായി അല്ലേ? സക്കായി മരത്തിന്റെ മുകളിൽ കയറിയപ്പോഴും അവന്റെ സ്വത്തുകളെല്ലാം വിൽക്കണമെന്നൊരു തീരുമാനം അവനില്ല ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവന്റെ സ്വത്തൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ അവൻ അപഹരിച്ചെടുത്ത് ആരെങ്കിലും തിരിച്ചു കൊടുക്കണമെന്നോ ഒരു ചിന്തയും അവനില്ലായിരുന്നു. മരത്തിന്റെ മുകളിൽ നിന്നപ്പോൾ സക്കായി നീ ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ ചിന്താഗതിക്ക് ഒരു വ്യത്യാസം വരികയാണ്. അവിടെ തീരുമാനങ്ങൾക്കൊരു വ്യത്യാസം വരികയാണ്. അതേവരെയും തിന്നുകൊണ്ടിരുന്നവൻ അന്ന് മുതൽ കൊടുക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അതേവരെയും കപ്പം പിരിച്ചുകൊണ്ടിരുന്നവൻ, പലിശ പിരിച്ചുകൊണ്ടിരുന്നവൻ, അവൻ സമ്പാദിച്ചതിനെ, അവൻ തിന്മയാൽ സമ്പാദിച്ചതിന് 4 ഇരട്ടിയായി തിരിച്ചു നൽകുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. പ്രിയരെ, ഈ നോമ്പിന്റെ കാലയളവില് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ ചിന്താഗതികളെ നമ്മൾ മാറ്റിമറിക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം. ഒതുങ്ങി ആഗ്രഹിച്ചതിനെയെല്ലാം ഒരു വട്ടം മാറ്റിവെച്ചുകൊണ്ട് എന്തിനെയൊക്കെയോ നേടുവാനായിട്ട്, അല്ലെങ്കിൽ പലപ്പോഴും ദേഷ്യത്തോട് പെരുമാറിക്കൊണ്ടിരുന്ന ആ പെരുമാറ്റങ്ങളൊക്കെ മാറ്റി സ്വസ്ഥമായിട്ട് കണ്ണുകളെ അടച്ച് ശാന്തമായിട്ട് എൻ്റെ കർത്താവേ, ഈ നോമ്പിൻ്റെ വേളയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്നെ ഒന്ന് ക്രമീകരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് ക്രമീകരിച്ച് ഈ ലോകത്തിൻ്റെ ബോധങ്ങളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു 10 മണവാട്ടിമാരുടെ കഥ അല്ലേ? ബുദ്ധിമതികളായിട്ടുള്ള 5 കന്യകമാരെ പോലെ. കർത്താവിന് പ്രിയരെ, ഈ നോമ്പില് നാം ഒന്ന് പിന്നോട്ട് വലിയുന്നത് ബുദ്ധിയാൽ നാം ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെയൊക്കെ ബ്രെയിൻ ഉണ്ടല്ലോ ഈ ലോകത്തോട് ബന്ധിക്കപ്പെട്ട് ഈ ആത്മീയ ചിന്തകളിൽ നിന്നൊക്കെ മാറി എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാം. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യില്ലേ അല്ലേ? അല്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യും കുറച്ച് നേരം കഴിയുമ്പോഴേക്ക്, ചിലപ്പോൾ ഭയങ്കര സ്ലോ ആയി കഴിയുമ്പോൾ. അങ്ങനെ ഒരു റീസ്റ്റാർട്ടിങ് പ്രോസസ്സിങ്ങിലേക്ക് നമ്മൾ കടന്നു വരണം. ഈ ചിന്തകളൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യണം. എൻ്റെ കർത്താവേ, എങ്ങോട്ടാണ് ഞാൻ പോണേ? അവിടെ നമുക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ സമയം കിട്ടുള്ളൂ. ഇതെന്ത് എൻ്റെ കൊച്ചൻ എൻ്റെ അടുത്ത് ഓർത്താൻ പറഞ്ഞത്? എത്ര ദിവസമായി ഞാൻ മര്യാദയ്ക്ക് അവളോട് സംസാരിച്ചിട്ട് ഇല്ലേ? ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെൻഷൻ അടിച്ചത്? എൻ്റെ കർത്താവിന് ജോലി വന്നിട്ടുണ്ട്, ശമ്പളമുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കാം, എങ്ങനെയാ അടയ്ക്കണേ? കർത്താവിന് ജോലി വന്നിട്ടുണ്ട്, എനിക്ക് നൽകിയിട്ടുണ്ട് അടയ്ക്കാനുള്ളത്. പക്ഷേ എൻ്റെ ടെൻഷൻ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമ്പാദിക്കാനായിട്ട് പറ്റില്ല. നാളെ നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക അല്ലേ? ജോലിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, പക്ഷേ ഈ ടെൻഷനിലൂടെ നമ്മൾ കടന്നു പോകാം. മക്കളുടെ
അഡ്മിഷൻ അവൻ നന്നായിട്ട് പഠിക്കണതാണ്, അല്ലെങ്കിൽ അവൾ നന്നായിട്ട് പഠിക്കണതാണ്, എൻ്റെ കൊച്ചു നന്നായിട്ടൊക്കെ പഠിക്കണതാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ദൈവമേ, ജയിക്കോ ഇല്ലയോ, റീഫ്രഷ് ചെയ്യട്ടെ, വേണ്ട, എന്തിനാ? ശാന്തമായിട്ട് ചിന്തിക്കുവാനായിട്ട്. ഈ ടെൻഷനാല് മക്കളെ പലപ്പോഴും നമ്മളൊക്കെ ഹേർട്ട് ചെയ്യാറുണ്ട്. അവർ പോലും അറിയാത്ത കാര്യത്തിന് അവരെ നമ്മൾ ചീത്ത പറയും. കൊച്ചോ എന്തിനീ പറഞ്ഞിട്ട് പോയി, ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ ടൈം ടേബിൾ മാറ്റിയിട്ടുണ്ടാകും, 4 തൊട്ട് 4 വരെ വഴക്കിൻ്റെ സമയം അല്ലേ? എൻ്റെ കർത്താവിൻ്റെ പ്രിയരെ, റീഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കണം, ഒന്ന് പുനർചിന്തിക്കുവാനായിട്ട് സാധിക്കണം, ഈ നോമ്പിലൊന്ന് ഒരുങ്ങുവാനായിട്ട് സാധിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ജഡീകമായിട്ടുള്ള ബന്ധത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് എൻ്റെ കർത്താവെ, ഞാൻ ഏതിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്, എൻ്റെ ചിന്താഗതികൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എൻ്റെ കർത്താവെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ എൻ്റെ ഹൃദയം അല്ലെങ്കിൽ ചിന്തകളൊക്കെ ഞാൻ സമർപ്പിക്കുന്നത്, എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ കാരണമുള്ളത് കൊണ്ട് തന്നെയാണോ, അതേ മറിച്ച് എൻ്റെ ചിന്താഗതികളിൽ നിന്ന് വരുന്ന എന്തൊക്കെയോ തെറ്റിൽ നിന്ന് സംഭവിക്കുന്നതാണോ? ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോഴും ഇല കൊണ്ടും അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ദ്രവ്യങ്ങൾ കൊണ്ടും എല്ലാം ഒരു കൂട് സൃഷ്ടിക്കുന്നത് പോലെ നമുക്കും ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞ് സ്വയമേ ഒന്ന് ചിന്തിക്കാം. സ്വയമേ ഒന്ന് ചിന്തിച്ചിട്ട് പിന്നീട് ഒരു 4ാമത്തെ സ്റ്റേജ് ഉണ്ട്. പിന്നീട് അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് വരിക, അഡൽട്ട് സ്റ്റേജ്. ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ആ ഇലയൊക്കെ പതുക്കെ കീറിയിട്ട് ആ പുഴു പുറത്തേക്ക് വരുന്നുണ്ട്. കഥാ പ്രിയ, നിങ്ങളൊന്ന് മനസ്സിൽ നിന്ന് ഇമാജിൻ ചെയ്ത് ആ പച്ച ആവരണമൊക്കെ ആ പുഴു പതുക്കെ 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 ഒന്ന് മാറ്റിയിട്ട് സ്വതന്ത്രമായിട്ട് മെല്ലെ ആ ഇലയിൽ നിന്ന് പുറത്തേക്ക് വരിക. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അല്ലേ, അത് പറഞ്ഞ് ഓർക്കണുണ്ടോ? നിങ്ങൾ ചിത്രശലഭത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. മനോഹരമായിട്ടുള്ള ഒരു ചിത്രശലഭമായിട്ട് അത് പറന്നു വന്ന് ഒരു മനോഹരമായ പുഷ്പത്തിലിരുന്ന് അതിൻ്റെ കൂർത്ത ആ കുഴല് പോലുള്ള ചുണ്ട് അതിലേക്ക് ഇറക്കി വെച്ച് ആ തേൻ നുകരുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച, അത് അവിടെ ഒരു ജോലി ആരംഭിക്കുക. അവനെ അറിയാത്ത പൂവിൻ്റെ അടുക്കൽ പോയിട്ട് ആ പൂമ്പൊടികൾ ശേഖരിച്ചുകൊണ്ട് മറ്റ് പല പൂക്കളിലേക്കും അവൻ സഞ്ചരിക്കുക. അവിടെ അവൻ മഹത്തരമായിരിക്കുന്ന ഒരു പ്രക്രിയ നടത്തുക. ഉപകാരത്തിൻ്റെ പ്രക്രിയ, മനോഹാരിതയുടെ പ്രക്രിയ, സന്തോഷത്തിൻ്റെ പ്രക്രിയ, സൗന്ദര്യത്തിൻ്റെ പ്രക്രിയ. കഥാവിൻ പ്രിയരെ, ഈ നോമ്പ് കഴിഞ്ഞിട്ട്, ഈ ദൈവികമായിരിക്കുന്ന ചിന്താഗതി കഴിഞ്ഞിട്ട്, ഞാനും നിങ്ങളുമാകുന്ന സമൂഹം ഈ ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മഹത്തരമായിരിക്കുന്നൊരു കാഴ്ച. കർത്താവിന് പ്രിയരെ, കർത്താവിൻ്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോഴും നമ്മുടെ ഭവനത്തിൽ ഒരുപക്ഷെ ദേഷ്യത്താൽ നമ്മൾ പെരുമാറുമ്പോഴും പുഞ്ചിരിയാലത് നേരിടുവാനായിട്ട്, ചേർത്ത് പിടിക്കുവാനായിട്ട്, ദുർവാശികളാൽ മാതാപിതാക്കളെ ഒരുപാട് വേദനിപ്പിക്കുന്ന മക്കൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്നൊക്കെ ചിന്തിച്ചിട്ട് അപ്പൻ്റെയും അമ്മയുടെയും അടുപ്പിലേക്ക് ചെന്ന് ആ ചിത്രശലഭം പോലെ മനോഹരമായിട്ട് അപ്പൻ്റെയും അമ്മയുടെയും കവിളത്തിന് ഉമ്മ വയ്ക്കുമ്പോൾ, സഹോദരങ്ങളുമായിട്ട് ഒരുപാട് കാലത്തെ വിദ്വേഷത്താൽ നടക്കുന്നവരെ ആ വിദ്വേഷത്തേക്ക് മാറ്റിക്കൊണ്ട് സഹോദരങ്ങളുടെയും സഹോദരൻ്റെയും അടുക്കലൊക്കെ ചെന്നിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അമ്മായിയമ്മയോടും അമ്മായിയപ്പനോടും ഒന്നും മിണ്ടാൻ പോലും സാധിക്കാത്തവര്, അങ്ങനെ ഉള്ളവരൊക്കെ അവരുടെ അടുക്കലൊക്കെ ചെന്നിട്ട് കരത്തിലൊക്കെ ഇന്ന് പിടിച്ചിട്ട് അപ്പ അമ്മ എന്നൊക്കെ ഒന്ന് വിളിക്കുന്നത്. കർത്താവിൻ പ്രിയരെ, അമനോഹരമായിരിക്കുന്ന പൂമ്പാറ്റ എന്നതുപോലെ സൗന്ദര്യത്താൽ തിളങ്ങുന്ന തുളുമ്പുന്ന ജീവിതങ്ങൾ നമ്മുടെ ആയി മാറുകയാണ്. കർത്താവിൻ പ്രിയരെ, പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്താതിരുന്ന നമ്മൾ എൻ്റെ കർത്താവ് തന്നിരിക്കുന്ന നന്മയെ ഓർത്ത്, എൻ്റെ കർത്താവെ, ഞാൻ
നാട്ടിലായിരുന്നെങ്കിൽ ജോലി സ്ഥലത്ത് ഒരുപാട് ക്ലേശിച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കുവാനായിട്ട് ഒരുപാട് മോശമായിരുന്നിരുന്നാലും, സാമ്പത്തികമായിട്ട് തകർന്നിരുന്നാലും, ഒരുപാട് ആളുകൾ എന്നെ കുറിച്ച് നീ എവിടെയും എത്തുകയില്ല എന്ന് പറഞ്ഞിട്ടും ഇന്ന് ഈ നാട്ടിൽ ഈ സ്ഥിതിയിൽ എനിക്ക് എത്തിച്ചപ്പോൾ, പലപ്പോഴും പല ആളുകളും അപകടത്തിൽപ്പെട്ടപ്പോഴും, മരിച്ചു പോയപ്പോഴും, ഇല്ലാതായപ്പോഴും, തകർന്നു പോയപ്പോഴും എല്ലാം എന്നേക്കാൾ പഠിക്കുവാനായിട്ട് മിടുക്കനായിരുന്നവർ പോലും ഇത് നാട്ടിൽ ചെല്ലുമ്പോൾ വളയം പിടിച്ചുകൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ട് ഇവിടെ നടക്കുമ്പോൾ, എൻ്റെ കർത്താവേ, ഒരു കുറവുമില്ലാതിരുന്ന് ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നിട്ടും എന്നെ ഒരു കുറവുമില്ലാത്തവനായിട്ട് ഇതേ ദിവസം നീ മാറ്റി തീർത്തപ്പോൾ നിന്നോട് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ കർത്താവെ, മുട്ടുമേൽ നിന്നുകൊണ്ട് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കല് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, ജോലിയെ ശമ്പളങ്ങളെ ഒന്നുമല്ല, എൻ്റെ കർത്താവ് ഇറങ്ങി വരുന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് എല്ലാത്തിനെയും തിരിച്ചുകൊണ്ട് ഞാൻ വരുമെന്ന ഒരു തീരുമാനമെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, മനോഹരമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഉണ്ണുമ്പോൾ എൻ്റെ അടുക്കൽ ഉള്ളവൻ ഉണ്ണുന്നുണ്ടോ എന്ന ചിന്ത, എൻ്റെ കർത്താവ് എനിക്ക് ഇത്രയധികം സമ്പത്ത് നൽകുമ്പോൾ സമ്പത്തില്ലാതെ ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുവാനായിട്ട് എനിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിൻ പ്രിയരേ, ഒരു ചിത്രശലഭം എന്നതുപോലെ മനോഹരമായിരിക്കുന്ന ജീവിതം ആസ്വദിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ മനോഹരത തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 27-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പ്രകാരം പറയുക, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാതിരി ആസ്വദിക്കുവാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായുവാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കുവാൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതം, അതായിരിക്കണം നമ്മുടെ ജീവിതം. ഇവിടെയെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും, ഇവിടെയെല്ലാം ഉപേക്ഷിക്കേണ്ടതായി വരും എന്നുള്ളത് കർത്താവിൻ പ്രിയരെ, 4 കാര്യങ്ങൾ സഭ നമ്മളോട് എപ്പോഴും ഓർക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാമാണ്? മരണം, ന്യായവിധി, അഗ്നി, നരകം, സ്വർഗമെന്ന്. പല ആൾക്കാരും പറയും സഭയിൽ ആളെ കൂട്ടുവാനായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെ പേടിപ്പിക്കുവാനായിട്ടാണ്. പക്ഷെ ഇതെപ്പോഴും ഓർമ്മയിലിരിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു മരണമുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ശോധന ചെയ്യുമ്പോൾ അഗ്നിനരകത്തിലേക്ക് തള്ളപ്പെടുവാനായിട്ട് ഇടവരാതെ സ്വർഗത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയിട്ട് അവസാന നിമിഷമെങ്കിലും അനുദമിച്ചുകൊണ്ട് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ, സക്കായി ചിന്തിച്ചതുപോലെ, കർത്താവിൻ പ്രിയരെ, മാറ്റത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സമയം അതിക്രമിച്ചു. ഇനി ദിവസം ഈ വചന ശുശ്രൂഷ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഓർത്തിരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നിശ്ചയമാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചത്? പൂമ്പാറ്റയെ കുറിച്ച്. പഴയ പഴങ്കണ്ട് പറയും, രാമായണം മുഴുവൻ വായിച്ചിട്ട് എനിക്കറിയില്ല, മറന്നുപോയി. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആകരുന്നിട്ട പൂമ്പാറ്റ അല്ലേ? ഇന്ന് അച്ഛൻ പറയുമ്പോൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് പ്രസവിച്ചത് ആ പൂമ്പാറ്റ. അത്ര മതി. ആ പൂമ്പാറ്റ മനോഹരമായിരിക്കുന്ന ആ ചിത്രശലഭം, അതിൻ്റെ ജീവിതവും അതിൻ്റെ സൃഷ്ടിയും നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തി. കർത്താവിൻ്റെ പ്രിയരെ, ആരും അറിയാത്ത കാലത്ത്, നാം അമ്മയെ പോലും തിരിച്ചറിയാത്ത കാലത്ത് അമ്മയുടെ ഉദരത്തിലായിരുന്ന് പിന്നെ ഈ ലോകത്തിലേക്ക് വന്ന് എന്തിനൊക്കെയോ വേണ്ടിയിട്ട് അണിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാണ് നമ്മളിപ്പോൾ. ഇന്ന് തൊട്ട് അപ്പ്യൂപ്പ എന്നതുപോലെ ഒതുങ്ങുവാനായിട്ട്, സ്വയമേ ചിന്തിക്കുവാനായിട്ട്, മാറ്റം വരുത്തുവാനായിട്ട് തീരുമാനമെടുത്ത്
പൂർവാധികം ശക്തിയോടെ കർത്താവിൻ്റെ മനോഹരിതികൾ ധരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി ദീർഘമായിട്ടുള്ള പ്രഭാഷണത്തിന് പ്രസക്തിയില്ല എന്ന് അച്ഛനറിയാം. പ്രത്യേകാല ഈ ദിവസം എന്നെ ക്ഷണിച്ച ഇത്രയും സ്നേഹം നിറഞ്ഞ അച്ഛനോട് ഈ ദേവാലയത്തിൻ്റെ മാനേഷികമയ്ക്ക് അംഗങ്ങളോടുമുള്ള നന്ദി ഈ തിരുട്ടത്തിൽ പ്രത്യേകാല അറിയിക്കുന്നു. എല്ലാവിധമായിരിക്കുന്ന പ്രാർത്ഥന ആശംസകളും ഇന്നേ ദിവസത്തെ വചനം പ്രകാശിച്ചു അത് കേട്ടുകൊണ്ട് ഹൃദയത്തിലൊരു മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനോട് നിങ്ങളെല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാവുന്നതാണ്. അതിനു മുൻപ് സിറ്റോയോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അച്ഛനെ കൊണ്ടുവരികയും അവിടുന്ന് ഇവിടെ വരെ ആ സജ്ജം